മുടി വെച്ച് പിടിപ്പിക്കുക, അതുപോലെ തന്നെ മനുഷ്യരുടെ മുടിയൊക്കെ രോഗികൾക്ക് ദാനം ചെയ്യുക, ക്യാൻസർ രോഗികൾ പോലെയുള്ള ആളുകളിലേക്ക് മുടി എന്തൊക്കെ ചെയ്യുക, ദാനം ചെയ്യുക, അതല്ലെങ്കിൽ മുടി വിൽക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയുന്നത്. നമുക്കറിയാം, മനുഷ്യരല്ലാത്ത മറ്റു നജസായ ജീവികളുടെ മുടി വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്. മനുഷ്യരല്ലാത്ത നജസായ ജീവികളുടെ മുടികളും രോമങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. അതേ പ്രകാരം തന്നെ നജസായ മറ്റു വസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോമങ്ങൾ, മുടിയുടെ രൂപസാദൃശ്യതയുള്ള വസ്തുക്കൾ, അത് ഫിറ്റ് ചെയ്യലും നിഷിദ്ധമാണ് നജസായതാവുമ്പോൾ. എന്നാൽ നജസ്സല്ലാത്ത നൂലുകളോ പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്ന നാരുകളുടെ രൂപത്തിലുള്ള വസ്തുക്കൾ ഫിക്സ് ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ അത് ഊരാനും ആ സ്ഥലത്ത് തന്നെ വെക്കാനും സൗകര്യമായ വസ്തുക്കളാവണം. അതല്ലാതെ സ്ഥിരമായി ഫിറ്റ് ചെയ്യുന്ന വസ്തുക്കളാണെങ്കിൽ അത് പാടില്ല. അപ്പോൾ വെള്ളം ചേരലിനെ തടയുന്ന രൂപത്തിലുള്ള വസ്തുക്കളൊന്നും തലയിൽ, ശരീരത്തിൻ്റെ ഒരു അവയവങ്ങളുണ്ടാകാൻ പാടില്ലല്ലോ. ആ രൂപത്തിൽ തടസ്സമാകുന്ന കോലത്തിലല്ലാതെ അത് ഊരാനും ഫിറ്റ് ചെയ്യാനും സൗകര്യമായതാണെങ്കിൽ അത് നജസ്സല്ലാത്തതാവുകയും ചെയ്താൽ അനുവദനീയമാണ്. അതല്ലാതെ നജസ്സായ ജീവികളുടെയോ അല്ലെങ്കിൽ നജസ്സായ വസ്തുക്കളുടെയൊക്കെ വസ്തുക്കളാണ് തലയിൽ ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ, മുടിക്ക് പകരം ഉപയോഗിക്കുന്നുവെങ്കിൽ അത് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. ഇനി മനുഷ്യരുടെ രോമങ്ങളും മുടികളൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിലോ, മനുഷ്യരുടെ രോമങ്ങളും മുടികളൊക്കെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമാണ്, ഒരു സംശയവുമില്ല. അത് ഹറാമായ കാര്യം തന്നെയാണ്. അത് ഫിറ്റ് ചെയ്യലും പാടില്ല, ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാനും പാടില്ല. നമുക്കറിയാം, ബുഖാരി മുസ്ലിമിലൊക്കെ വന്നിട്ടുള്ള ഹദീസാണ്. മറ്റൊരാളുടെ മുടി ഫിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നവരെയും അത് ഫിറ്റ് ചെയ്യുന്നവരെയൊക്കെ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നുള്ള ഹദീസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഷറഹ് മുസ്ലിം പോലെയുള്ള ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, മനുഷ്യരുടെ രോമങ്ങളും മുടികളൊക്കെ അത് വിട്ടുപിരിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഴിച്ചു മൂടുകയാണ് വേണ്ടത്. അതല്ലാതെ മറ്റുള്ള ആളുകൾക്ക് ദാനം ചെയ്യാനോ ഫിറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. അപ്പോൾ ഓരോ വസ്തുക്കളും, അത് മനുഷ്യരുടെ രോമങ്ങളും മുടികളൊക്കെ സ്വന്തം ഫിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നൽകാനും പാടില്ല. ഹറാമായൊരു പ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹം എന്തായാലും ഹറാമായ രൂപത്തിൽ ആ മുടി ഫിറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നൽകൽ ഹറാമാണ്. നമ്മളുടെ മുടി ഒരാൾക്ക് നൽകുമ്പോൾ അയാൾ അതെന്ത് ചെയ്യും, മറ്റൊരാളിൽ ഫിക്സ് ചെയ്യും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത് നൽകൽ ഹറാമാണ്. അതേ പ്രകാരം തന്നെ ഒരു 75% അദ്ദേഹം മറ്റൊരു ആൾക്കത് ഫിക്സ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അപ്പോഴും അത് നൽകൽ ഹറാമാണ്. നേരെ മറിച്ച് അങ്ങനെ ഒരു സാധ്യതയൊന്നുമില്ല, സംശയമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രം ഒരാൾക്ക് മുടി മറ്റൊരാൾക്ക് കൈമാറാൻ തന്നെ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ആളുകളുടെ മുടി നമുക്ക് ഫിക്സ് ചെയ്യാനും പാടില്ല. അതേ പ്രകാരം തന്നെ നമ്മൾ മുടികൾ എന്താക്കുമ്പോൾ വേറൊരാളുകൾക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി നൽകാനും പാടില്ല. അതൊക്കെ നിഷിദ്ധമാണ്. അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും.